MK മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് എൻട്രി ചെയ്യുകയാണ്. തമിഴ്നാട് റിസർവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റായ ചെങ്കോട്ടയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്തിരിക്കുന്നത്. അച്ചൻകോവിൽ റിസർവ് ഫോറസ്റ്റ് പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു പ്രദേശം കൂടിയാണ് ചെങ്കോട്ട റിസർവ് ഫോറസ്റ്റ്. ഈ പ്രദേശത്തും ധാരാളം ആനകളെ റോഡിൽ കാണാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു മാത്രമേ ഈ റൂട്ടിൽ വാഹനം ഓടിക്കാവൂ. കുറ്റാലം വെള്ളച്ചാട്ടത്തിലേക്കുള്ള ബോർഡ് ദൂരെയായി കാണാം. ഇവിടുന്ന് 24 കിലോമീറ്റർ ഉണ്ട് കുറ്റാലം. നമ്മളിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ മേക്കര ഗ്രാമമാണ്. MK മീഡിയ ഇപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരള ബോർഡറിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിയാൽ, അതായത് തമിഴ്നാടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ നല്ലൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാനാകും. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മൾക്ക് കാണുന്നത് നല്ല നെൽപ്പാടങ്ങളും കാറ്റാടിപ്പാടങ്ങളുമാണ്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് തമിഴ്നാട് തെങ്കാശി ഡിസ്ട്രിക്റ്റിലുള്ള അടവി നേനാർ ഡാം, അല്ലെങ്കിൽ മേക്കര അണക്കെട്ട് എന്ന് പറയും. കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ഒരു അണക്കെട്ടാണ് മേക്കര അണക്കെട്ട്. നമ്മളിപ്പോൾ പോകുന്നത് അടവി നേനാർ ഡാമിലേക്കാണ്. ഇരുവശങ്ങളിലും ചെങ്കോട്ട ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള വീണ്ടും താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തമിഴ്നാടിൻ്റെ കാർഷിക സംസ്കാരം കൺതിറയെ കാണാം. ഒരു കാലത്ത് നമ്മുടെ കേരളവും ഇതുപോലെ തന്നെയായിരുന്നു. കാർഷിക സംസ്കാരത്തിലൂന്നിയ ജീവിതശൈലിയായിരുന്നു കേരളീയൻ്റെ. ഇപ്പോൾ അത് തമിഴ്നാട് കടമെടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. മഴ ലഭ്യത വളരെ കുറവുള്ള പ്രദേശമായിരുന്നിട്ട് കൂടി കൃഷി അഥവാ വ്യവസായം അവരുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായത് മൂലം കൃഷി ഇന്നും അവർ ജീവിതോപാധിയായി കരുതിപ്പോരുന്നു. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് കാണാം. ഇവിടം കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയാൽ മേക്കര വില്ലേജിലേക്കാണ് നമ്മൾ എത്തിപ്പെടുക. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം മുന്നോട്ട് പോയാൽ മേക്കര ഡാമിലേക്ക് തിരിയുന്ന പ്രദേശമായി. നേരെ കൺമുന്നിലെത്തുന്ന കാഴ്ച പഞ്ഞിമരങ്ങളാണ്. റോഡിൻ്റെ ഇരുഭാഗങ്ങളുമായി ധാരാളം പഞ്ഞിമരങ്ങൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ധാരാളം മാവ് കൃഷിയും തെങ്ങ്, മറ്റ് മൂല്യാധിഷ്ഠിത കാർഷിക വിളകളും ഇവിടെ കൃഷി ചെയ്തു പോരുന്നു. കേരളത്തിൽ നിന്നും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചില ഗ്രാമക്കാഴ്ചകൾ. നമ്മളുടെ നാട്ടിൽ ഒരു കാലത്ത് ഇതേമാതിരി കണ്ണിന് ഇമ്പമാർന്ന കുറേ കാഴ്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തണം. പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോയതറിഞ്ഞില്ല. മേക്കര ഗ്രാമത്തിൻ്റെ മുഖ്യ ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടുന്ന് വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അടുത്തൊരു ജംഗ്ഷൻ കാണാം. അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് മേക്കരയ്ക്ക് പോകേണ്ടത്. മേക്കര അടവി നേനാർ ഡാമിലേക്ക് പോകേണ്ടത്. തമിഴ് ജീവിതശൈലിയുടെ നേർക്കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കണ്ണിൽ നിന്ന് മൺമറഞ്ഞു പോയ ചില കാഴ്ചകളാണ് തമിഴ്നാട് ഗ്രാമം നമ്മളെ കാട്ടുന്നത്. ഒരു പ്രായമായ സ്ത്രീ പഞ്ഞിമരത്തിൻ്റെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ് മുന്നിൽ കണ്ടത്. വീണ്ടും മുന്നിലോട്ട് പോവുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളം പുളിയും പഞ്ഞിമരങ്ങളും മാവും ലാവും ഏകദേശം കേരളത്തിൻ്റെ പ്രതീതി ധ്വനിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് മൺമറഞ്ഞു പോയ കാഴ്ചകൾ കാണണമെങ്കിൽ തീർച്ചയായും തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ നമ്മൾ മേക്കര ഡാമിലേക്കുള്ള വഴിയിലെത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ മേക്കരയിൽ എത്തിച്ചേരാനാവൂ. മേക്കര ഡാം മാത്രമല്ല, മേക്കര തമിഴ്നാടൻ കാർഷിക ഗ്രാമം കൂടിയാണ്. കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന നെൽവയലുകളും അതിന് അതിർത്തി നിർണയിച്ചിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകളും ഏതൊരു കാഴ്ചക്കാരനും നവ്യ അനുഭൂതിയാണ് പകരുന്നത്. ഏതൊരു മനുഷ്യനും ഗൃഹാതുരത്വം നൽകുന്ന കാഴ്ചകളാണ് ഈ തമിഴ് ഗ്രാമം നമുക്ക് സമ്മാനിക്കുന്നത്.
നിങ്ങൾ ഒരു യാത്രികനോ അല്ലെങ്കിൽ ഒരു കാഴ്ചക്കാരനോ ആണെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും ഈ മേക്കര എന്ന കാർഷിക ഗ്രാമം സന്ദർശിക്കുന്നത് ഉചിതമായിരിക്കും. അത്രയേറെ കാഴ്ചകൾ നമുക്ക് ഈ പ്രകൃതി സമ്മാനിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ മനോഹരമായ ഈ പ്രദേശത്തെ വർണ്ണിക്കാൻ എൻ്റെ കയ്യിൽ വാക്കുകളില്ല. ഈ കാഴ്ചകൾ നിങ്ങൾ കണ്ടുവരും. നേരത്തെ ഈ സാധനമൊന്നും ഇല്ലായിരുന്നല്ലോ, ഈ സോളാറിൻ്റെ ചെക്കൊച്ചും ഇല്ലായിരുന്നു. നമുക്ക് തന്നെ വെച്ചിട്ടുണ്ടോ ദൈവത്തിന്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അടവി നയനാർ ഡാം. ഷട്ടറില്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. റൈറ്റ് സൈഡ് കയറി പോയ വഴിയുണ്ട് ആ ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ ചപ്പാത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ കൂടെ വണ്ടി ഇവിടെ അല്ലേ വരുള്ളൂ. അത് ബൈക്ക് ആകുമ്പോൾ അങ്ങനെ ഇവിടെ അതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങളന്ന് പോയതാ. നമ്മൾ ഈ നേരി മുന്നിൽ കാണുന്നതാണ് മേക്കര അല്ലെങ്കിൽ അടവി നയനാർ ഡാം. ഡാമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഡാമിൻ്റെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു ചപ്പാത്തിറങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ തമിഴ്നാട് PWD വകുപ്പിൻ്റെ ഒരു ഗേറ്റ് കാണാം. അതിൻ്റെ ഉള്ളിൽ കൂടി പോയാൽ തീർച്ചയായും പണ്ടെന്നോ നമുക്ക് നഷ്ടപ്പെട്ട കാഴ്ചകൾ അത്രയും തമിഴ്നാട് നമുക്ക് സമ്മാനിക്കും. വയലേലകളും തെങ്ങും മാവും മറ്റ് കാർഷിക വിളകളും കർഷകരീതിയുമൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെയാണ്. ഞങ്ങളിവിടെ വരാനിരിക്കുകയായിരുന്നു, ഇത്രയും നാളില്ലാതെ ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നു. കുറച്ചു നേരം അടുത്ത് കാണുന്ന ഒരു ഷെഡിൽ കയറി തങ്ങി ശേഷം ഞങ്ങൾ തമിഴ്നാടിൻ്റെ ഉള്ളറകളിലേക്ക് പോവുകയാണ്. നല്ല നല്ല കാഴ്ചകൾ കാണാനും ആസ്വദിക്കാനും അത് നിങ്ങളിലേക്ക് എത്തിക്കാനും. മഴ അല്പം തോർന്നതിന് ശേഷം ഞങ്ങൾ ഡാം ഒന്ന് ചുറ്റി വരാമെന്ന് കരുതി പുറത്തേക്കിറങ്ങി. പിന്നെയാണ് അറിയുന്നത് ഡാം സൈറ്റിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. ഹലോ ചങ്ങാതിമാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി ഡിസ്ട്രിക്റ്റിലെ ചെങ്കോട്ടയ്ക്കടുത്തുള്ള അടവി നയനാർ ഡാമിലാണ്. കൃഷി ആവശ്യത്തിന് മാത്രമായിട്ടാണ് ഇടം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടവി നയനാർ ഡാമിൽ നിന്നും തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് തമിഴ്നാടൻ കാർഷിക ഭംഗിയും ഒക്കെ കണ്ട് നമുക്ക് പോയി വരാം. കാണുന്നതാണ് തിരുമല. ആ പാറയുടെ മോളിൽ കാണുന്നത് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കും, അങ്ങനെ എടുക്കും, ഇങ്ങനെ പറഞ്ഞു. അങ്ങ് ദൂരെ കാണുന്നതാണ് തിരുമലക്കോവിൽ.
ഓല് അങ്ങോട്ട് 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 കറക്റ്റ് ഇല്ല ഏറ്റവും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ ചങ്ങാതിമാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ തിരുമലക്കോവിലിലെ കാഴ്ചകളുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.